നമ്മൾ മെലൻസ് ഒക്കെ മാറ്റി നട്ടിട്ട് കുറച്ച് ദിവസമായി. എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട്. ചെടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ നോട്ട്സിൽ നോക്കിയാലും കാണാം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് സൈഡ് ഷൂട്ട്സ് അല്ലെങ്കിൽ ബഡ്സ് ഫോം ചെയ്യുന്നത് കാണാം. ചെടികൾ ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് പൂക്കളും കായകളൊക്കെ ഉണ്ടായാൽ അതിന്റെ ഹെൽത്തിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ സൈഡ് ഷൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചി കൊടുത്താൽ മതി കേട്ടോ, അത് തനിയെ പോന്നോളും. ഭയങ്കര ടെൻഡർ അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പോരും കേട്ടോ. ഈ ഒരു പ്ലാന്റ് വളരെ ചെറുതാണെങ്കിലും അതിന്റെ എല്ലാ ലീഫ് നോട്ട്സിൽ നിന്നും ഇതുപോലെ സൈഡ് ഷൂട്ട്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു ചെടിയുടെ ലക്ഷ്യം? ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് പൂക്കളും കായകളും ഉണ്ടാക്കി അതിൽ നിന്നും വിത്തുകൾ ഉണ്ടാക്കി പുതിയൊരു ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കുക എന്നാണ് ഒരു പ്ലാന്റിന്റെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് ഒരുപാട് ഈൽഡ് തരുന്ന ഒരു ചെടി. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒരുപാട് ഈൽഡ് കിട്ടുവാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ചെടിയുടെ ഏറ്റവും താഴത്തെ ഇല മുതൽ മുകളിലേക്ക് 10 ഇല വരെ എണ്ണുക. എന്നിട്ട് അവിടെയുള്ള എല്ലാ സൈഡ് ഷൂട്ട്സും മുട്ടുകളും എല്ലാം പറിച്ചു കളയുക. അതിന് മുകളിലുള്ളതൊന്നും പറിച്ചു കളയണ്ട കേട്ടോ, അതൊക്കെ വളരുന്നത് പോലെ അങ്ങോട്ട് വളർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മെലൻസ്, കുക്കുംബർ, പാവയ്ക്ക, പീച്ചിങ്ങ, പടവലങ്ങ ഇതിനെല്ലാത്തിനും തന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് ഫോർമേഷൻ ഉറപ്പുവരുത്താം.